ജനാധിപത്യ പോരാട്ടത്തിൽ ആദർശവും ആശയവുമൊക്കെ മത്സരത്തിനായി ഉപയോഗിക്കുമ്പോൾ അതൊന്നും കയ്യിലില്ലാത്തവർ നെറികെട്ട രാഷ്ട്രീയം പുറത്തെടുക്കും. അത് ചരിത്രത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. BJP അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലാണിപ്പോൾ. പറയാനൊന്നുമില്ല, എടുത്തു കാണിക്കാൻ ഭരണനേട്ടവും കാണിക്കാനില്ല. അപ്പോൾ വിദ്വേഷവും വർഗീയതയും മാത്രമാണ് BJPക്ക് ഏക പോംവഴി. പക്ഷേ അതിലൊന്നും വിജയിക്കുന്നുമില്ല. ഈ വലിയ ധർമ്മസങ്കടത്തിലാണ് BJP നിൽക്കുന്നത്. എല്ലാ നീക്കങ്ങളും പരാജയപ്പെടുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും അവരെ കൈവിടുമ്പോൾ കർണാടകത്തിലെ BJP കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തിറക്കി. മതേതര രാജ്യത്തിലെ ജനങ്ങളെ തരം തിരിച്ച് വച്ചിരിക്കുന്ന BJP മുസ്ലിങ്ങൾക്കെതിരെ വീണ്ടും വിദ്വേഷ വീഡിയോയുമായിട്ടാണിപ്പോൾ രംഗത്ത് വന്നത്. 3000 പേരെ ബലാത്സംഗം ചെയ്ത് ഈ രാജ്യം വിട്ട പ്രജ്വൽ രേവണ്ണയെ സ്ഥാനാർത്ഥിയാക്കിയ കർണാടക BJP യൂണിറ്റാണ് ഈ വീഡിയോ പുറത്തുവിട്ടത്. ഒരു കുഴപ്പവുമില്ലാതെ എല്ലാവരും ഐക്യത്തോടെ കഴിയുന്ന കർണാടകത്തിൽ അത് തകർക്കാനും അതിൽ നിന്നും രാഷ്ട്രീയ ലാഭം നേടാനുമുള്ള ഒരു തന്ത്രമാണ് BJP നടത്തിയത്. എന്നാൽ ആ ഇസ്ലാമോഫോബിയ നിറഞ്ഞ വീഡിയോയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണിപ്പോൾ ഉയർന്നു വരുന്നത്. അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അനിമേറ്റഡ് വീഡിയോയുടെ തുടക്കത്തിൽ കിളിക്കൂടിനുള്ളിലെ 3 മുട്ടകളാണ് കാണിച്ചിരിക്കുന്നത്. ഇതിലോരോന്നിലും SC, ST, OBC എന്നെഴുതിയിട്ടുമുണ്ട്. ഈ കൂട്ടിലേക്ക് മുസ്ലിം എന്നെഴുതിയ മുട്ട രാഹുൽ ഗാന്ധിയും സിദ്ധാരാമയ്യയും ചേർന്ന് കൊണ്ടുവന്ന് വെക്കുന്നു. പിന്നീട് ആ മുട്ട വിരിഞ്ഞ് കിളികൾ പുറത്തു വരുമ്പോൾ മുസ്ലിം എന്നെഴുതിയ മുട്ടയിൽ നിന്നെത്തിയ കിളിക്ക് മാത്രം രാഹുൽ ഗാന്ധി ഫണ്ടുകൾ നൽകുന്നതാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. Xൽ 4 മില്യൺ ആളുകളാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത്. പലരും വീഡിയോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ടാഗ് ചെയ്തിട്ടുമുണ്ട്. എന്നിട്ടും ഇത്രയും പച്ചക്കള്ളവും സത്യത്തിന് നിരക്കാത്തതുമായ ഒരു വീഡിയോ BJP പുറത്തിറക്കിയിട്ടും ഒരു നടപടിയെടുക്കാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. വീഡിയോയിൽ നടപടിയെടുക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനത്തെ വിമർശിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് MP സാകേത് ഗോഖലെയും രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രത്തോളം ദുർബലമായ ഒരവസ്ഥ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് പരക്കെ ആക്ഷേപമുയരുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തമാശയായി മാറിയിരിക്കുന്നു എന്നാണ് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. BJPക്കും മോദിക്കും ഒരു നിയമവും ബാധകമല്ലാത്തൊരു സ്ഥിതിയാണ് രാജ്യത്തുള്ളത്. സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ രാജ്യത്തിന് ഇനിയും അഭിമാനിക്കാൻ സാധിക്കില്ലെന്നും ജനങ്ങൾ പറയുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ. വീഡിയോയെ അപമാനകരമെന്നാണ് തമിഴ് നടൻ പ്രകാശ് രാജ് വിശേഷിപ്പിച്ചത്. ഇങ്ങനെ പച്ചക്കള്ളം പറയുന്ന വർഗീയ വിഷം ചീറ്റുന്ന കർണാടക BJPയെ ഒരു പാഠം പഠിപ്പിക്കുമെന്നും പ്രകാശ് രാജ് പറയുകയുണ്ടായി. ഏതായാലും ആശയവും ആദർശവും ഒക്കെ വിറ്റ് ബലാത്സംഗത്തിന് വളം വെച്ചു കൊടുക്കുന്ന കർണാടക BJPക്ക് ഇനി രക്ഷപ്പെടാൻ വേറെ മാർഗങ്ങളില്ല എന്നതിൻ്റെ തെളിവായി ഈ വീഡിയോ മാറുകയാണ്.